ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കെമിസ്ട്രി വിഭാഗത്തിലുള്ള പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും നമ്മൾ നോക്കുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊന്നുമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം? അത് ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും ആണുള്ളത്. ഈ പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ നമ്പറും നോർമൽ രീതിയിൽ ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും സാധാരണ രീതിയിൽ. ഓക്കെ, അതായത് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഈക്വൽ എമൗണ്ടിലായിരിക്കും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും അതുപോലെ പുറത്തൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉള്ളത്. ഇനി ന്യൂക്ലിയസിനകത്ത് ഉള്ള പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളതിൽ ന്യൂട്രോണിന് ചാർജൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അത് റുദർഫോർഡ് ആണ്. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, അതുപോലെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആറ്റത്തിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും ഒക്കെ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ നമ്പറാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ആ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ചേർന്നതാണ്. അതുകൂടി ഓർക്കുക. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഒരു എലമെൻ്റ് ആണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനകത്ത് ഹൈഡ്രജൻ 1 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും 1 ആണ്, മാസ് നമ്പറും 1 ആണ്. അതായത് ഹൈഡ്രജന് ഒരു പ്രോട്ടോണും അതുപോലെ ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത്. ന്യൂട്രോൺ ഇല്ല ഹൈഡ്രജൻ്റെ പ്രോട്ടിയം എന്ന ഐസോട്ടോപ്പിൽ H11. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. ഇരുമ്പിൻ്റെ പ്രധാന അയിര്, ഇരുമ്പ് അഥവാ അയണിൻ്റെ പ്രധാനപ്പെട്ട അയിരിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ബോക്സൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറൈറ്റേസ്, ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറൈറ്റേസ്, ഹേമറ്റൈറ്റ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിര്. മറ്റൊരു പ്രധാനപ്പെട്ട അയിരാണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരുമ്പിൻ്റെ മറ്റൊരു അയിരാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇതൊക്കെ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ്. അടുത്ത ചോദ്യം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും മലപ്പുറം ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക, അതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അതിൽ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? എത്ര ഗ്രൂപ്പുകളുണ്ട്? 14, 7, 18, 10. എത്ര ഗ്രൂപ്പുകളാണ് ഉള്ളത്? എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 18 ഗ്രൂപ്പുകളാണ് മൊത്തമായിട്ട് ഉള്ളത്. 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം? ഓക്സിജൻ ആണ്. അപ്പോൾ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഓപ്ഷനിലൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം. ഇനി ഇതാണോ ഇനി ഓക്സിജൻ തന്നെയല്ലേ എന്ന് തോന്നുന്നു ചിലവർക്ക്. അപ്പോൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇതും 2017 ട്രിവാൻഡ്രം മലപ്പുറം LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. സിമെന്റ്, സിലിക്ക, ബേക്കലൈറ്റ്, പൊളിത്തീൻ. ഓക്കെ, ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിമെന്റ്, സിലിക്ക, ബേക്കലൈറ്റ്, പൊളിത്തീൻ. ഏതാണ്? സിലിക്ക അല്ലെങ്കിൽ എന്താണ് വരുന്നത്? സിലിക്കൺ ഡയോക്സൈഡ്, അതാണ് സിലിക്ക എന്ന് പറയുന്നത്. മണലാണ്. അപ്പോൾ അതാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്
3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇതായിരുന്നു: 72, 135, അതുപോലെ 27, 540. എത്രയാണ്? 72, 135, 27, 540 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ആറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. അതായത് C6H12O6. അതായത് സി, അത് കാർബണിൻ്റെ ആറ്റം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ്റെ ആറ്റം എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഓക്സിജൻ്റെ ആറ്റം ഒരു ഗ്ലൂക്കോസിലെ കാര്യമാണ് ഈ പറയുന്നത്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ കാർബൺ 6, ഹൈഡ്രജൻ 12, ഓക്സിജൻ എത്രയാണ്? 6. അപ്പോൾ 12ഉം 12ഉം എത്രയാണ് വരുന്നത്? 24 ആറ്റങ്ങളാണ് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിലുള്ളത്. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ഉണ്ടായിരിക്കും? ആ 24 ഗുണം 3 നമ്മൾ ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 72 ആറ്റങ്ങളാണ് 3 തന്മാത്ര ഗ്ലൂക്കോസിൽ ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് ഞാൻ പറയാം. ബയോഗ്യാസിലെ മുഖ്യ ഘടകം, പാചകവാതകത്തിലെ പ്രധാന ഘടകം, മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം. മീഥെയ്ൻ വരുന്നത് ബയോഗ്യാസിലെ മുഖ്യ ഘടകം, പാചകവാതത്തിലെ പ്രധാന ഘടകം, അതുപോലെ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, പിന്നെ പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം. ഓക്കെ, അപ്പോൾ മീഥെയ്ൻ എന്ന് പറയുന്നത് ബയോഗ്യാസിലെ മുഖ്യ ഘടകമാണ്. ഇനി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ ആണ്. പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകവുമാണ്. അപ്പോൾ ഇതിനകത്ത് പെടാത്തത് LPG അഥവാ പാചകവാതകത്തിൽ പ്രധാന ഘടകം അല്ല. അതാണ് ഇതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരാറ്റത്തിൻ്റെ ക്യാപിറ്റൽ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. 2, 8, 18 അങ്ങനെ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര ഇലക്ട്രോണുകളെയാണ്? 32 എണ്ണമാണ്. 32. അടുത്ത ക്വസ്റ്റ്യൻ: വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. അപ്പോൾ ഓരോരോ വ്യാവസായികമായ നിർമ്മാണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചില പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സമ്പർക്ക പ്രക്രിയ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് പ്രോസസ്, ദെൻ ഹേബർ പ്രക്രിയ, ഹാൾ ഹെറൗൾട്ട് പ്രോസസ്, അതുപോലെ ബെയർ പ്രക്രിയ. പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയും. സമ്പർക്ക പ്രക്രിയ, ഹേബർ പ്രക്രിയ, ഹാൾ ഹെറൗൾട്ട്, ബെയർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അമോണിയയുടെ കാര്യമാണ്. അമോണിയയുടെ ഏതാണ്? ഹേബർ പ്രക്രിയയാണ്. ഹേബർ പ്രക്രിയ വഴിയാണ് അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അടുത്തത്: ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിള, അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ജൂൾസ് നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ബോയിൽ നിയമം. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ജൂൾസ് നിയമം എന്താണ്, ചാൾസ് നിയമം എന്താണ്, അവഗാഡ്രോ നിയമം എന്താണ്, ബോയിൽ നിയമം എന്താണ് എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ കെമിസ്ട്രിയുടെ തന്നെ ഈ ടോപ്പിക് വൈസ് ഇതുപോലെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ പറയുന്ന ടോപ്പിക്കിൽ എനിക്ക് എടുക്കുവാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിമാൻഡിങ് ആണ് എന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചാൾസ് നിയമം, ജൂൾസ് നിയമം, അവഗാഡ്രോ നിയമം, ബോയിൽ നിയമം ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം കൂടി വരുന്നതിന് കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബോയിൽ നിയമമാണ്. ഏതാണ്? ബോയിൽ നിയമം.
ഇനി ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്തു വെച്ചാൽ അത് വികസിക്കുകയും അതുപോലെ പൊട്ടുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഇത്. കണ്ടോ, അടുത്തതും ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ബോയിൽ നിയമം കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു. അത് ചോദിച്ചത് എറണാകുളത്തെ LDCയിലായിരുന്നു. അതുപോലെ പാലക്കാട്, പത്തനംതിട്ട 2017 LDC ചോദിച്ചതാണ് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ചാൾസ്, അവഗാഡ്രോ, ജൂൾ, ബോയിൽ നിയമം. ഇതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബലൂൺ വീർപ്പിച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ വലുതാകും, അത് പൊട്ടും. അത് വരുന്നത് ചാൾസ് നിയമമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പം വീഡിയോയുടെ സമയപരിധി ഉള്ളതുകൊണ്ട് ഞാനിത് ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ കെമിസ്ട്രിയും റിനേസൻസും ഒക്കെ വേണമെന്ന്, ഫിസിക്സും ഒക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്സ് പ്രധാനമായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടോപ്പിക് വൈസും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.